എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൺകുളിർത്തിയ തേയിലത്തോട്ടങ്ങൾ കണ്ടും മഞ്ഞിൽ വിരിഞ്ഞ കാഴ്ചകൾ ആസ്വദിച്ചും മൂന്നാറിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. രാജാക്കാട് പൊന്മുടി റിസർവോയറിന് സമീപമുള്ള പൊന്മുടി തൂക്കുപാലം സാഹസികത ഇഷ്ടപ്പെടുന്ന സന്ദർശകർക്ക് ഹൃദയസ്പർശിയായി മാറുന്ന ഒരിടമാണ്. വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണിത്. പൊന്മുടി തൂക്കുപാലത്തിൽ നിന്നുകൊണ്ട് താഴ്വാരങ്ങളിലേക്ക് മഞ്ഞു പെയ്തിറങ്ങുന്ന കാഴ്ച നമുക്ക് കാണാം. മഴക്കാലത്താണ് ഈ തൂക്കുപാലത്തിനടിയിലൂടെയുള്ള ജലപ്രവാഹത്തിൻ്റെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കുവാൻ കഴിയുക. തണുത്ത കാറ്റും ജലപ്രവാഹത്തിൻ്റെ ശബ്ദവുമൊക്കെ നമുക്ക് ഇവിടെ നിന്ന് അനുഭവവേദ്യമാകും. മഴക്കാലത്തിൻ്റെ തുടക്കത്തിലാണ് നമ്മളിവിടെ സന്ദർശിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടം ജലസമൃദ്ധമല്ല. ഇവിടെ നിന്ന് നോക്കിയാൽ അകലെയായി നമുക്ക് പൊന്മുടി അണക്കെട്ടിൻ്റെ ഭാഗങ്ങൾ കാണാവുന്നതാണ്. എന്നാൽ നമുക്കിവിടെ കൂറ്റൻ പാറക്കെട്ടുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. മഴക്കാലത്ത് ഇവിടെ കൂടൊക്കെ ജലമൊഴുകുന്നതാണ്. പാറകളിൽ ചെറുതും വലുതുമായ ഒട്ടനവധി കുഴികൾ നമുക്കിവിടെ കാണാവുന്നതാണ്. ഒരു ചെറിയ പാറയോ ഉരുളൻ കല്ലോ വലിയ പാറയ്ക്കെതിരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജലചംക്രമണം നടത്തുമ്പോൾ ഘർഷണമുണ്ടാകുന്നു. ഇതുമൂലമാണ് വലിയ പാറകളിൽ കുഴികൾ രൂപപ്പെടുന്നത്. മഴക്കാലത്ത് അരുവികളിലും പുഴകളിലും വെള്ളച്ചാട്ടങ്ങളിലുമൊക്കെ നാം ഇത്തരം കാര്യങ്ങളെ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസരിച്ച് നമ്മുടെ പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങളെ വിവേകത്തോടും ശ്രദ്ധയോടും കൂടി സമീപിക്കുകയും ആസ്വദിക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. പൊന്മുടി തൂക്കുപാലത്തിൻ്റെ കാഴ്ചകൾ നമ്മൾ ആസ്വദിച്ച ശേഷം പൊന്മുടി അണക്കെട്ടിലേക്കെത്തി. കേരളത്തിൽ ഇടുക്കി ജില്ലയിലെ പൊന്മുടിയിലാണ് 294 മീറ്റർ നീളവും 59 മീറ്റർ ഉയരവുമുള്ള പൊന്മുടി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. പെരിയാറിൻ്റെ കൈവഴിയായ പന്നിയാർ പുഴയ്ക്ക് കുറുകെയാണ് ഈ കോൺക്രീറ്റ് ഗ്രാവിറ്റി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ അണക്കെട്ടിൽ നിന്നുള്ള ജലം പന്നിയാർ പവർ ഹൗസിലേക്ക് എത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അണക്കെട്ടിലെ ജലം 3066 മീറ്റർ നീളമുള്ള തുരങ്കത്തിലൂടെ ഒഴുക്കി 1.7 മീറ്റർ വ്യാസമുള്ള 2 പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴിയാണ് പന്നിയാർ പവർ ഹൗസിലേക്ക് എത്തിക്കുന്നത്. ഇവിടെയുള്ള 15 മെഗാവാട്ടിൻ്റെ 2 ടർബൈനുകൾ ഉപയോഗിച്ച് 30 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. 1964 ജനുവരി 26-ന് KSEBയുടെ ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതി നിലവിൽ വന്നു. വാർഷിക ഉൽപ്പാദനം 158 മില്യൺ യൂണിറ്റാണ്. 2003-ൽ പദ്ധതി നവീകരിച്ച് 30 മെഗാവാട്ടിൽ നിന്ന് 32.4 മെഗാവാട്ടായി ഉയർത്തി. അണക്കെട്ടിൻ്റെ ഭിത്തികൾക്കിരുവശത്തും താഴ്വരകൾ കാണാം. വളരെ ആകർഷകമാണിത്. മഴക്കാലത്ത് ഏത് ദിശയിലേക്ക് നോക്കിയാലും മനോഹരമായ ഹരിതവനങ്ങളും വിശാലമായ തെളിഞ്ഞ ജലവും താഴ്വരകളിലേക്ക് പെയ്തിറങ്ങുന്ന മഞ്ഞുമൊക്കെ നമുക്ക് ഇവിടെ ദൃശ്യമാണ്. വിശാലമായ ജലസംഭരണിയും കൂറ്റൻ പാറക്കൂട്ടങ്ങളും നിർമ്മലമായ റിസർവ് വനങ്ങളും നമ്മിൽ കൗതുകമുണർത്തുന്നു. ജലവൈദ്യുത ഉൽപ്പാദനത്തിൽ പ്രധാന ഉറവിടമായി വർത്തിക്കുകയും ഒപ്പം സഞ്ചാരികളെ ആകർഷിക്കുകയും ചെയ്യുന്ന ഒരു മനോഹര ഇടമാണ് പൊന്മുടി അണക്കെട്ട്. പ്രകൃതി സൗന്ദര്യവും എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യവും കൊണ്ട് നമ്മെ ആകർഷിക്കുന്ന ഒരു അണക്കെട്ടാണിത്. മഞ്ഞു പെയ്തിറങ്ങുന്ന മൂന്നാറിലൂടെയുള്ള നമ്മുടെ യാത്ര അവസാനിക്കുന്നില്ല. അടുത്ത ഭാഗത്തിലൂടെ യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.